രാജ്യസഭയിൽ രാഷ്ട്രീയ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ ബി.ജെ.പി. എം.പി. സി സദാനന്ദൻ തന്റെ കൃത്രിമ കാലുകളൂരി സഭയുടെ ഡെസ്കിൽ വെച്ചത് വലിയ ചർച്ചയായി. സഭയൊന്നടങ്കം സ്തബ്ധരാക്കിയ വൈകാരികമായ പ്രതിഷേധമായിരുന്നു സദാനന്ദന്റേത്. രാജ്യത്തെ രാഷ്ട്രീയ ആക്രമണങ്ങളെക്കുറിച്ച് സംസാരിക്കവെയാണ് സദാനന്ദൻ പഴയകാല അനുഭവങ്ങൾ സഭയിൽ പങ്കുവച്ചത്. 31 വർഷങ്ങൾക്ക് മുൻപ് തന്റെ 2 കാലുകളും വെട്ടിയെടുത്ത ആളുകൾ, അതായത് CPM ആണോ ഇപ്പോൾ ജനാധിപത്യത്തെക്കുറിച്ച് വാചാലരാകുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. ഇതിന് പിന്നാലെയാണ് തന്റെ 2 കൃത്രിമ കാലുകളും ഊരിയെടുത്ത് അദ്ദേഹം സഭയിലെ മേശപ്പുറത്ത് വെച്ചത്. എന്റെ കാലുകൾ വെട്ടിമാറ്റിയവരാണെന്ന് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നെന്നാണ് സി സദാനന്ദൻ MP ചോദിച്ചത്. സദാനന്ദന്റെ ഈ പ്രവൃത്തി സഭയുടെ ചട്ടങ്ങൾക്കും മര്യാദയ്ക്കും വിരുദ്ധമാണെന്ന് കേരളത്തിൽ നിന്നുള്ള ജോൺ ബ്രിട്ടാസ് MP പോയിന്റ് ഓഫ് ഓർഡറിലൂടെ സഭ അധ്യക്ഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സഭയുടെ അന്തസ്സിന് നിരക്കാത്ത കാര്യമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനാധിപത്യത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവർ തന്നെ ആക്രമിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. 31 വർഷം മുൻപ് CPM പ്രവർത്തകർ കാലുകൾ മുറിച്ചു കളയുകയായിരുന്നു. അതിനാൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് സദാനന്ദൻ തന്റെ കൃത്രിമ കാലുകൾ മേശപ്പുറത്ത് വെച്ചത്. തനിക്കും ബലമുള്ള 2 കാലുകൾ ഉണ്ടായിരുന്നു, പക്ഷെ കഴിഞ്ഞ കുറെ കാലമായി ഉപയോഗിക്കുന്നത് ഈ വെപ്പുകാലുകളാണ്. ഈ സഭയിൽ പലവട്ടം ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടു. ഈ സഭയിൽ ജനാധിപത്യത്തെക്കുറിച്ച് അലറി വിളിക്കുന്നവരാണ് 31 വർഷം മുന്നേ തന്നെ ആക്രമിച്ചത്. CPM നേതാക്കളുടെ നിർദ്ദേശപ്രകാരം അണികൾ തന്റെ ഇരുകാലുകളും വെട്ടിയെടുത്തുവെന്നും സദാനന്ദൻ സഭയിൽ പറഞ്ഞു. സഭാ നടപടികളുടെ ക്രമം പാലിച്ച് മേശപ്പുറത്ത് വെച്ച കൃത്രിമ കാലുകൾ താഴ്ത്തിവെക്കാൻ സഭാധ്യക്ഷന്റെ ചുമതലയിലുണ്ടായിരുന്ന ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചു. അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം സദാനന്ദൻ കാലുകൾ താഴേക്ക് മാറ്റി. തന്റെ പ്രതിഷേധത്തിനിടെ ജോൺ ബ്രിട്ടാസ് ഇടപെട്ടതിനെ സദാനന്ദൻ രൂക്ഷമായി വിമർശിച്ചു. ജോൺ ബ്രിട്ടാസിന് അസഹിഷ്ണുതയാണെന്നും CPM ഇപ്പോഴും അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ആരോപിച്ചു.